ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു അടിപൊളി ചിക്കൻ ദം കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനാദ്യമായിട്ട് നമുക്ക് നമ്മുടെ ചിക്കനെ ഒന്ന് മസാലകളൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കൈ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് സബോള വറുത്തതാണ്. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 4 വലിയ സബോളനെ അരിഞ്ഞത് വറുത്തെടുക്കാം. സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയാണ്. ഇത് പെട്ടെന്ന് പെട്ടെന്ന് മുരിഞ്ഞ് വരാനായിട്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ്. അപ്പോൾ നല്ലോണം മുരിഞ്ഞ് കിട്ടും, നമുക്കത് ഇങ്ങനെ കരിഞ്ഞ് പോവില്ല. അപ്പോൾ നമ്മുടെ സബോള നല്ലോണം വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് വേണ്ടത്. നമ്മൾ നോക്കി നിൽക്കണം, അല്ലെങ്കിൽ കരിഞ്ഞ് പോവും. അപ്പോൾ നമുക്കിതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇത് വറുത്ത നമ്മുടെ ഓയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ വയ്ക്കാനും ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മുടെ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മുടെ ഓയിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം സൈസിൽ ഒരു 4 സബോളനെ ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ യെല്ലോ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സബോള നല്ല ഒരു ഗോൾഡൻ യെല്ലോ കളറായി വരുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് നമ്മുടെ മസാലക്കൂട്ടില്ലേ, ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാനുണ്ട്. മുഴുവനോടെയുള്ള നമ്മുടെ ഏലക്കായനെ ഒന്ന് പൊട്ടിച്ചിട്ട് എല്ലാ ഏലക്കായനും ഒരു 4-5 ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ കറുകപ്പട്ടയുടെ ഇല ചേർത്ത് കൊടുക്കാം. ഒരു 3-2 ചെറുതാണെങ്കിൽ 3 അങ്ങനെ. അതുപോലെ നമ്മുടെ പൂവ് ഇത് 1 ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 കഷ്ണം പട്ട, ഈ പട്ടയുടെ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു സ്പെഷ്യൽ ടേസ്റ്റി ബിരിയാണിയാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണി. പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു മസാലക്കൂട്ടില്ലേ, അത് നമുക്ക് അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കണം. ആ പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിരുന്നത് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.5 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല 1.5 സ്പൂൺ. ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പച്ചക്കുത്ത് മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മസാലക്കൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കനെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ സബോളയിൽ അതിൽ നിന്ന് പകുതി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബിരിയാണി വെച്ചാലോ. അപ്പോൾ നമ്മുടെ കുക്കറിലേക്ക് ആവശ്യത്തിന് ഡാൽഡയോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ 1/2 kg നെയ്യായാലും കുഴപ്പമില്ല. ചേർത്തിട്ട് നമ്മുടെ മസാലക്കൂട്ടില്ലേ, എല്ലാം കൂടിയുള്ള മസാലയിൽ നിന്നൊക്കെ എല്ലാത്തിൽ നിന്നും കുറച്ച് ഗരം മസാല അതായത് നമ്മുടെ പെരുംജീരകം, സാജീരകം, കുരുമുളക്, അതുപോലെ നമ്മുടെ പട്ട എല്ലാം ചേർത്ത് കൊടുക്കാം. ഒക്കെ ഒന്ന് പൊട്ടി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ഒരു 1/2 മുറി നമ്മുടെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരി നല്ലോണം വിട്ട് കിട്ടാനാണ് അത് ചേർക്കുന്നത്. അതുപോലെ 1 സ്പൂൺ നമ്മുടെ 1/2 kg നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ അരിനെ കഴുകി വാല വെച്ചിട്ടുണ്ട്, നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 3 ഗ്ലാസ് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നല്ലോണം ഒന്ന് എല്ലാവിടെയും ഉപ്പൊക്കെ എല്ലാം മിക്സ് ആവണത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മുടെ എസൻസ് ഇല്ലേ, പൈനാപ്പിൾ എസൻസ് ഒരു ചെറിയ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മണത്തിനായിട്ട് നല്ലോണം തന്നെ അതൊന്ന് മിക്സ് ചെയ്യാം.
നമ്മുടെ ചിക്കൻ നല്ലോണം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ ഒറ്റ വിസിൽ മതി നമ്മുടെ അരി വേവാനായിട്ട്. വിസിൽ കളഞ്ഞ ഉടനെ തന്നെ നമുക്ക് വിസിൽ കളയണം, എന്നാലാണ് അത് കൃത്യം വേവായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. യെല്ലോ ഫുഡ് കളറാണ്, 2 തുള്ളി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ ഇവിടെ മഞ്ഞ കളർ ആവുന്നത് പോലെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വീത്തി കൊടുക്കാം. നല്ലോണം ഒന്ന് എല്ലായിടത്തും ആവണ പോലെ ഒന്ന് മിക്സ് ചെയ്യാം. കാരണം നമുക്ക് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ മീതെ നമുക്ക് മല്ലിയിലയും അതുപോലെ തന്നെ പുതിന ഇലയുമാണ് ആദ്യം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇടാൻ പോകുന്നത്. നമ്മുടെ ബാക്കി നമ്മുടെ സബോള അരിഞ്ഞതും അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതുപോലെയുള്ള ഐറ്റംസുകളെല്ലാം നമുക്കിതിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. സബോള വറുത്ത് കോരിയതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമുക്കിതിലേക്ക് അത്യാവശ്യം നമ്മുടെ അരിനെ ചോറ് ഇതിൽ ചേർത്ത് കൊടുക്കാം. എല്ലാവിടെയും ആവത്തക്ക വിധത്തിൽ നമുക്ക് നല്ലോണം ചേർത്ത് ഇത് കണ്ടില്ലേ ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ വീണ്ടും പുതിനയിലയും അതുപോലെ നമ്മുടെ വറുത്ത സബോളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് മിക്സാണ് വരെ നമ്മുടെ ഇതേ കണ്ട ബിരിയാണി റെഡി. സൂപ്പർ ടേസ്റ്റി കുക്കർ ദം ബിരിയാണി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.